अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। आज मैं हज़रत मसीह मौऊद अलैहिस्सलाम के एक ऐसे निशान का जिक्र करूंगा। ഇന്നേ ദിവസം, അതായത് 1900 ഏപ്രിൽ 11 വെളിപ്പെട്ട ഹദ്രത്ത് മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ദൃഷ്ടാന്തത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പരാമർശിക്കുന്നത്. അറബി ഭാഷയിൽ ഹദ്രത്ത് മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ ഖുത്ബയാണ് ആ ദൃഷ്ടാന്തം. അത് ഒരു വിശേഷ ദൈവിക സഹായത്താലാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും പുറപ്പെട്ടത്. പ്രത്യുത അത് ദൈവിക വെളിപാടായിരുന്നു, ദൈവിക വെളിപാടിന്റെ ഒരു അടയാളമായിരുന്നു. അതിനാൽ അതിന് ഖുത്ബ ഇൽഹാമിയ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ദൈവിക വെളിപാട് മുഖേനയുള്ള ഈ ഖുത്ബയെയും അവസ്ഥയെയും 200ഓളം പേർ കേൾക്കുകയും ദർശിക്കുകയും ചെയ്തു. ഒരു വ്യക്തി എന്നോട് ഇന്ന് ഇതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നതിനായി പറയുകയുണ്ടായി. ഇന്ന് വെള്ളിയാഴ്ച ദിവസവുമാണ്. കാരണം ചില അഹമ്മദികൾ ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാരണത്താൽ ഖുത്ബ ഇൽഹാമിയ എന്ന പേര് കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതിന്റെ ചരിത്രത്തെ സംബന്ധിച്ചും പശ്ചാത്തലത്തെ സംബന്ധിച്ചും വിഷയത്തെ സംബന്ധിച്ചും അവർക്കറിവുണ്ടാവില്ല. എന്നാൽ ഖുത്ബ ഇൽഹാമിയ എന്താണെന്നറിയാത്ത അഹമ്മദികളും ഉണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എല്ലാ അഹമ്മദികളും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, ഇത് അല്ലാഹു ഹദ്രത്ത് മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്തുണച്ചുകൊണ്ട് വെളിപ്പെടുത്തിയ ദൃഷ്ടാന്തമാകുന്നു. അത് നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നു. അഹമ്മദിയത്തിന്റെ എതിരാളികളുടെ വായടപ്പിക്കുന്നതിനായി നമുക്ക് സന്ദർഭം ഒരുക്കിത്തരുന്നു. മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനായി നമുക്ക് തെളിവുകൾ ലഭ്യമാക്കുന്നു. ഖുത്ബ ഇൽഹാമിയായെ പോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇത് വലിയ വലിയ പണ്ഡിതന്മാരുടെ വായടപ്പിക്കുകയുണ്ടായി. ഏതായാലും ഞാൻ അതിന്റെ സംക്ഷിപ്ത ചരിത്ര പശ്ചാത്തലം പരാമർശിക്കുന്നതാണ്. അതോടൊപ്പം ജമാഅത്ത് അംഗങ്ങളിൽ അത് എന്ത് പ്രഭാവമാണ് ചെലുത്തിയത്, അവർ എത്തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്, കൂടാതെ അന്യർ തൽസംബന്ധമായി എന്താണ് പറയുന്നത് എന്നതും ഞാൻ പരാമർശിക്കുന്നതാണ്. പിന്നീട് ഖുത്ബയിൽ നിന്നുള്ള ഏതാനും
ചെറിയ ഭാഗങ്ങളും ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. लेकिन ये चंद ഈ ഖുതുബ വായിക്കുമ്പോഴാണ് അതിന്റെ മഹത്വത്തെയും യാഥാർത്ഥ്യത്തെയും കുറിച്ചുള്ള അറിവ് ലഭിക്കുക. എന്നാൽ में भी ഞാൻ പരാമർശിക്കുന്ന इसकी अजमत ഏതാനും ഭാഗങ്ങളിൽ നിന്നും അതിന്റെ മഹത്വത്തെയും ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനത്തെയും പദവിയെയും കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതാണ്. तज़किरे में ये ഞാനത് വായിക്കുന്നതിനായി തിരഞ്ഞെടുത്തതാണ്. इसलिए शामिल नहीं किया गया कि अलग പ്രത്യേക ഗ്രന്ഥമായി തന്നെ പ്രസിദ്ധീകരിച്ച കാരണത്താലാണ് തദ്കിറയിൽ ഇതിനെ ഉൾപ്പെടുത്താതിരുന്നത്. बहरहाल मुझे इस बारे में എന്നാൽ ഭാവിയിൽ इसलिए आइंदा जब भी तज़किरा शाया हो तो मुझे मुतल्लिक़ा इदारे इस बारे में पूछ തദ്കിറ പ്രസിദ്ധീകരിക്കുമ്പോൾ लें। ബന്ധപ്പെട്ട വിഭാഗം തൽസംബന്ധമായി എന്നോട് ചോദിക്കേണ്ടതാണ്. ഏത് ഭാഷയിലും പ്രസിദ്ധീകരിക്കുന്ന ഏത് എഡിഷനിലാണെങ്കിലും. इसका पस मंजर ये है खुतबा इल्हामिया का कि जो അൽ-ഹക്കം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ ചില जमाती रवायात ജമാഅത്തിന്റെ റിവായത്തുകളിൽ വന്നിട്ടുള്ളതനുസരിച്ച് फात को ഖുത്ബ ഇൽഹാമിയായുടെ ചരിത്ര പശ്ചാത്തലം ഇപ്രകാരമാണ്. दलील अज़हर से एक दिन യൗമുൽ അറഫാത്തിന്റെ ദിവസം, सुबह അതായത് हज़रत मसीह मौऊद വലിയ പെരുന്നാളിന്റെ തലേ ദിവസം बदरिया खत के അതിരാവിലെ हज़रत मौलाना ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം दी ഒരു കത്തിലൂടെ മൗലാന और रात നൂറുദ്ദീൻ സാഹിബിന് ഒരു അറിയിപ്പ് നൽകി. ने और अपने दोस्तों ഞാൻ दुआ में ഇന്നത്തെ പകലും രാത്രിയിലെ ഏതാനും ഭാഗങ്ങളും എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും വേണ്ടി ദുആയിൽ കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഇവിടെയുള്ള സുഹൃത്തുക്കൾ അവരുടെ പേരും मेरे पास താമസ സ്ഥലവും മറ്റും दुआ करते वक्त मुझे याद എനിക്ക് എഴുതി തരിക. इस पर तामील इरशाद ദുആ ചെയ്യുമ്പോൾ അവരുടെ പേരുകൾ ഓർമ്മയിൽ വരുന്നതിന് വേണ്ടിയാണിത്. അതനുസരിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഹുദൂറിന്റെ സമക്ഷത്തിലേക്ക് അയക്കുകയുണ്ടായി. जिन्होंने ज़ियारत और दुआ के लिए बेकरारी അതിനുശേഷവും പുറത്തുനിന്ന് പിന്നെയും ആളുകൾ എത്തിച്ചേരുകയുണ്ടായി. അവർ ദർശനത്തിനും ദുആക്കും വേണ്ടി അസ്വസ്ഥരായിരുന്നു. दोबारा എഴുത്തെഴുതി നൽകാൻ തുടങ്ങി. इत्तला भेजी कि मेरे पास ഹുസൂർ രണ്ടാമതും वगैरह न भेजे। അറിയിപ്പ് നൽകിക്കൊണ്ട് എഴുതി, ഇനി ഒരു എഴുത്തും എന്റെ അടുത്തേക്ക് അയക്കരുത്, तशरीफ लाए അതുമൂലം വലിയ തടസ്സമാണ് ഉണ്ടാകുന്നത്. बात फरागत फरमाया ജംആയി നമസ്കരിക്കപ്പെട്ട മഗ്രിബ് ഇശ നമസ്കാരത്തിന് ഹുസൂർ വരികയുണ്ടായി. आज का दिन നമസ്കാരത്തിന് ശേഷം പറഞ്ഞു, ഇന്നത്തെ പകലും രാത്രിയുടെ ചില ഭാഗങ്ങളും ദുആയിൽ കഴിച്ചുകൂട്ടുന്നതാണെന്ന് ഞാൻ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തിരുന്നു. അതിനാൽ വാഗ്ദാന ലംഘനം ഉണ്ടാകാതിരിക്കുവാനായി ഞാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹുസൂർ കടന്നുപോയി मौलवी अब्दुल ദുആയിൽ മുഴുകുകയും ചെയ്തു. जाकर तकरीर करने के लिए खसूसियत അടുത്ത പ്രഭാതത്തിൽ പെരുന്നാൾ ദിവസം മൗലവി സാഹിബ് അകത്ത് ചെന്ന് खुदा नहीं പ്രഭാഷണത്തിനായി പ്രത്യേക നിവേദനം അർപ്പിച്ചു. അപ്പോൾ ഹുസൂർ പറഞ്ഞു, इल्हाम हुआ है അള്ളാഹു എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ജനക്കൂട്ടത്തിൽ അല്പം അറബി വചനങ്ങൾ പറയുക എന്ന് രാത്രി ദൈവിക വെളിപാടുണ്ടായി. ഞാൻ മറ്റെന്തോ ജനക്കൂട്ടമായിരിക്കുമെന്നാണ് ധരിച്ചത്. എന്നാൽ അത് ഈ ജനക്കൂട്ടമാണ്, അതായത് പെരുന്നാളിന്റെ. फिर ये भी रिपोर्ट्स में है कि जब हज़रत अक़दस अरबी खुतबा पढ़ने के लिए तैयार हुए പിന്നീട് റിപ്പോർട്ടിൽ പറയുന്നു, साहिब മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അറബി ഖുത്ബ നൽകാനായി തയ്യാറായപ്പോൾ कि वो करीब മൗലവി അബ്ദുൽ കരീം സാഹിബിനും മൗലവി നൂറുദ്ദീൻ സാഹിബിനും കൽപ്പന നൽകി കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അടുത്തിരുന്നു കൊണ്ട് ഈ ഖുത്ബയെ എഴുതി രേഖപ്പെടുത്തുക. लफ्ज़ से മൗലവി സാഹിബുമാർ സന്നദ്ധരായപ്പോൾ ഹുസൂർ യാ ഇബാദില്ലാഹി എന്ന പദം കൊണ്ട് ഖുത്ബ ആരംഭിച്ചു. कि अब लिख लो ഖുത്ബക്കിടയിൽ ഹദ്റത്ത് അഖ്ദസ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനി എഴുതിക്കൊണ്ടേയിരിക്കുക. ഏതെങ്കിലും പദം तो अभी पूछ മനസ്സിലായില്ലെങ്കിൽ അത് ചോദിക്കേണ്ടതാണ്. लें। जब हज़रत अक़दस खुतबा पढ़कर बैठ गए तो अक्सर अहबाब की दरख्वास्त पर ഹദ്റത്ത് അഖ്ദസ് ഖുത്ബ നൽകിയതിനു ശേഷം ഇരുന്നപ്പോൾ അധികം ആളുകളുടെയും അപേക്ഷയിൽ മൗലവി അബ്ദുൽ കരീം സാഹിബ് പരിഭാഷ കേൾപ്പിക്കുന്നതിനായി എഴുന്നേറ്റു. മൗലാന സാഹിബ് कि इस खुतबे को कल പരിഭാഷ കേൾപ്പിക്കുന്നതിന് മുമ്പായി और ईद ഹദ്റത്ത് അഖദ്ദസ് പറഞ്ഞു, പെരുന്നാളിന്റെ തലേ രാത്രി അറഫാത്ത് ദിനത്തിൽ ഞാൻ ചെയ്ത ദുആയുടെ रखा गया था സ്വീകാര്യതയുടെ ദൃഷ്ടാന്തമാണിത്. की जुबान में इर्तिजालन पढ़ गया तो അഥവാ ഖുത്ബ അറബി ഭാഷയിൽ മുഴുവനായും നൽകിയാൽ अल्हम्दुलिल्लाह कि वो सारी दुआएं भी മുഴുവൻ ദുആകളും സ്വീകരിക്കപ്പെടുന്നതായി മനസ്സിലാക്കാവുന്നതാണ്. അൽഹംദുലില്ലാ, എല്ലാ ദുആകളും വാഗ്ദാനമനുസരിച്ച് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. तर्जुमा इसका शुरू हुआ उर्दू में മസീഹ് പറഞ്ഞതാണിത്. साहब പിന്നീട് आ रहे थे അതിന്റെ ഉറുദു പരിഭാഷ കേൾപ്പിക്കാൻ തുടങ്ങി. മൗലാന അബ്ദുൽ കരീം സാഹിബ് പരിഭാഷ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ
ഹദ്രത്ത് അഖ്ദസ് അലൈഹിസ്സലാം വളരെ ആവേശത്തോടെ सजदा से सर സുജൂദ് ചെയ്തു, നന്ദി സൂചകമായി. ഹുദൂറിനോടൊപ്പം അവിടെ സന്നദ്ധരായിരുന്ന എല്ലാവരും നന്ദി സൂചകമായി സുജൂദ് ചെയ്തു. के मुबारक സുജൂദിൽ നിന്ന് തല ഉയർത്തിക്കൊണ്ട് ഹദ്രത്ത് അഖ്ദസ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ചുവന്ന അക്ഷരത്തിൽ മുബാറക് എന്ന് എഴുതിയതായി കണ്ടു. ഇത് സ്വീകാര്യതയുടെ അടയാളമാകുന്നു. അൽ ഹക്കമിനുള്ള റിപ്പോർട്ടാണിത്. മൽഫുദാത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. अपनी किताब नुज़ूल मसीह में फरमाते हैं ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥമായ ईद अज़हा നുസൂലുൽ മസീഹിൽ പറയുന്നു, मुझे इल्हाम हुआ कि कुछ अरबी में ഈദുൽ അസ്ഹ ദിനത്തിന്റെ പ്രഭാതത്തിൽ को इस बात से इत्ला दी അല്പം അറബിയിൽ സംസാരിക്കുക എന്ന വെളിപാടുണ്ടായി. जुबान में कोई അങ്ങനെ ധാരാളം ആളുകളോട് ഞാനത് പറയുകയും ചെയ്തു. उस दिन मैं അതിനു മുമ്പ് ഞാൻ ഒരിക്കലും അറബി ഭാഷയിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നില്ല. खड़ा हुआ എന്നാൽ അന്ന് ഞാൻ പെരുന്നാൾ ഖുതുബ അറബിയിൽ നൽകുന്നതിനായി എഴുന്നേറ്റു. पानी कलाम അപ്പോൾ അള്ളാഹു സാഹിത്യ സമ്പുഷ്ടമായ അർത്ഥസമ്പുഷ്ടമായ വചനങ്ങൾ അറബി ഭാഷയിൽ എന്റെ നാവിലൂടെ പുറപ്പെടുവിപ്പിച്ചു. അത് ഖുതുബ ഇൽഹാമിയയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ज़ुबानी फिल बदी कही गई പല ഭാഗങ്ങളുള്ള ആ പ്രഭാഷണം ഒരേ ഒരു നിൽപ്പിൽ തന്നെ നിമിഷ പ്രഭാഷണമായിട്ടാണ് നിർവഹിക്കപ്പെട്ടത്. അള്ളാഹു തന്റെ വെളിപാടിൽ അതിന്റെ പേര് നിഷാൻ, അതായത് അടയാളം എന്നാണ് വെച്ചത്. തത്സമയ പ്രഭാഷണം കേവലം അള്ളാഹുവിന്റെ സഹായത്താലാണ് വെളിപ്പെട്ടത്. ഒരു അറബി സാഹിത്യകാരന് പോലും ഈ പ്രഭാഷണം മനപ്പാഠമായി അറബിയിൽ നൽകാൻ സാധിക്കയില്ല എന്ന് ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു. करीबन ഏകദേശം 150ഓളം ആളുകൾ അന്നേരം ഈ പ്രഭാഷണത്തിന് സാക്ഷികളായിരുന്നു. ज़रा तफसील से പിന്നീട് ഹക്കീക്കത്തുൽ വഹിയിൽ അദ്ദേഹം പറയുന്നു, ईद अज़हा के അല്പം വിശദമായിട്ടാണ്, 1900 ഏപ്രിൽ 11 कि आज तुम വലിയ പെരുന്നാൾ ദിവസം तुम्हें कुव्वत പ്രഭാതത്തിൽ എനിക്കൊരു വെളിപാടുണ്ടായി. ഇന്ന് നീ അറബിയിൽ പ്രസംഗിക്കുക, നിനക്ക് പ്രാപ്തി നൽകപ്പെട്ടിരിക്കുന്നു. കൂടാതെ കലാമുൻ ഫുസ്സിലത് മില്ലദുൻ റബ്ബുൻ കരീം इस कलाम में खुदा की तरफ से फसाद बख्शी गई എന്ന വെളിപാടുമുണ്ടായി. चुनाचे इस इल्हाम को അതായത് ഈ വചനങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് വാക്ചാതുര്യം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ വെളിപാടിനെ സംബന്ധിച്ച് ഉടൻ തന്നെ മൗലവി അബ്ദുൽ കരീം സാഹിബ് മർഹൂം, മൗലാന നൂറുദ്ദീൻ സാഹിബ്, ഷേഖ് റഹ്മത്തുള്ള സാഹിബ്, മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ്, മൗലവി മുഹമ്മദ് അലി സാഹിബ് എം എ, മാസ്റ്റർ അബ്ദുറഹ്മാൻ സാഹിബ്, മാസ്റ്റർ ഷേർ അലി സാഹിബ് ബി എ, ഹാഫിസ് അബ്ദുൽ അലി സാഹിബ് തുടങ്ങിയ ധാരാളം സുഹൃത്തുക്കൾക്ക് തത്സംബന്ധമായ അറിയിപ്പ് നൽകി. लिए खड़ा हो गया അങ്ങനെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ ഖുതുബ അറബിയിൽ നൽകുന്നതിനായി എഴുന്നേറ്റ് നിന്നു. फसीह അദൃശ്യതയിൽ നിന്ന് बदी मेरे मुंह से निकली എനിക്ക് ശക്തി നൽകപ്പെട്ടു എന്ന് അള്ളാഹുവിനറിയാം. बिल्कुल बाहर വളരെ സാഹിത്യ സമ്പുഷ്ടമായ അറബി എന്റെ നാവിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് എന്റെ കഴിവിനതീതമായിരുന്നു. कई जुज तक थी പല ഭാഗങ്ങളായുള്ള ഈ പ്രഭാഷണം वक्त के साथ മുൻകൂട്ടി കടലാസിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ बंद की जाए ലോകത്തൊരാൾക്കും തന്നെ സവിശേഷ ദൈവിക വെളിപാടിന്റെ സഹായമില്ലാതെ ഇത്ര സാഹിത്യ സമ്പുഷ്ടമായ ഭാഷയിൽ നൽകാൻ കഴിയുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. लोगों में सुनाई गई ഖുതുബ ഇൽഹാമിയ എന്ന് പേരിട്ടുള്ള शायद 200 के ഈ പ്രഭാഷണം ജനങ്ങളെ കേൾപ്പിച്ചപ്പോൾ അവിടെ സന്നിഹിതരായിരുന്നവരുടെ എണ്ണം 200-നടുത്താണെന്ന് തോന്നുന്നു. സുബ്ഹാനല്ല, അന്നേരം ഒരു അദൃശ്യ അരുവി പുറപ്പെടുകയായിരുന്നു. क्योंकि मैं സംസാരിക്കുന്നത് ഞാനാണോ कलाम में അതോ എന്റെ നാവിലൂടെ മലക്കാണോ സംസാരിക്കുന്നത് എന്നെനിക്കറിയില്ല. കാരണം ഈ വചനങ്ങളിൽ എന്റെ യാതൊരു കൈകടത്തലുകളും ഇല്ല എന്നെനിക്കറിയാമായിരുന്നു. लिए एक निशान था തയ്യാറാക്കി വെച്ചിരിക്കുന്ന വചനങ്ങൾ സ്വയം എന്റെ നാവിൽ നിന്ന് ഉത്ഭവിക്കുകയായിരുന്നു. ഓരോ വചനവും എനിക്കായി അടയാളമായിരുന്നു. से मालूम हो എല്ലാ വചനങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേര് ഖുതുബ ഇൽഹാമിയ എന്നാകുന്നു. ഇത്ര വലിയ ഖുതുബ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ നിമിഷ പ്രസംഗം എന്ന നിലയിൽ അറബി ഭാഷയിൽ പ്രസംഗിക്കുക എന്നത് ഏതെങ്കിലും മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതാണോ എന്ന് ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. ഇത് അള്ളാഹു കാണിച്ചു തന്ന വിജ്ഞാന ദൃഷ്ടാന്തമാകുന്നു. ആർക്കും അതിന് സമാനമായത് സമർപ്പിക്കാൻ സാധ്യമല്ല. ये खुतबा दे दिया ഈ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നുണ്ട്. तारीख अहमदियत में बात बातें लिखी हैं ഈ ഖുതുബ നൽകിയതിനെ സംബന്ധിച്ച് അഹമ്മദി ചരിത്ര ഗ്രന്ഥത്തിൽ जैसे कि मुस्लिम ने फरमाया ചില കാര്യങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. उसकी खास ഈ ഖുതുബ ഒരു മഹത്തായ വിജ്ഞാന ദൃഷ്ടാന്തമായിരുന്നു. അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് മനപ്പാടമാക്കുന്നതിനായി ഹദ്രത്ത് മസീഹി മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുചരന്മാരെ सूफी പ്രേരിപ്പിക്കുകയുണ്ടായി. അതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് സൂഫി ഗുലാം മുഹമ്മദ് സാഹിബ്, ഹദ്രത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ്, മൗലവി മുഹമ്മദ് അലി സാഹിബ് എന്നിവരെ കൂടാതെ മറ്റ് ഏതാനും സഹാബികളും അത് മനപ്പാടമാക്കി. मगरिब और इशा के दरमियान
അവസാനം പരാമർശിച്ച രണ്ടുപേർ മസ്ജിദ് മുബാറക്കിന്റെ മട്ടുപ്പാവിൽ മഗ്രിബ് ഇശാ നമസ്കാരങ്ങൾക്കിടയിലുള്ള സമയത്ത് ഹദരത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിലും അത് മനപ്പാടമായി കേൾപ്പിക്കുകയുണ്ടായി. അങ്ങേയറ്റം സാഹിത്യ തൽപരനായ മൗലവി അബ്ദുൽ കരീം സാഹിബ് ഇതിനെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. തൽഫലമായി ഇടയ്ക്കിടയ്ക്ക് അത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിലെ ചില ഭാഗങ്ങളിൽ അദ്ദേഹം എപ്പോഴും വിറകൊള്ളുമായിരുന്നു. മൗലവി സാഹിബിനെ പോലെയുള്ള മഹാനായ പണ്ഡിതന് ഖുതുബ ഇൽഹാമിയയുടെ ദൃഷ്ടാന്ത വചനങ്ങളിൽ വിറയൽ അനുഭവപ്പെടുക എന്നത് ഒരു മഹത്തായ കാര്യമായി ഗണിക്കാവുന്നതാണ്. ഖുതുബ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പോലും അത് ആകർഷിക്കാതിരുന്നിട്ടില്ല എന്നതാണ് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആശ്ചര്യകരമായ വസ്തുത. ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഈ പ്രഭാഷണം നിർവഹിക്കപ്പെട്ട ദിനം അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ 12 വയസ്സിന് താഴെയുള്ള ചെറിയ ചെറിയ കുട്ടികൾ പോലും ഖാദിയാന്റെ ഇടനാഴികളിലൂടെ ഖുതുബയുടെ വചനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 1901 ആഗസ്റ്റ് 1 ഈ ഖുതുബ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഹുസൂർ വളരെ സൂക്ഷ്മതയോടുകൂടി എഴുത്തുകാരനെ കൊണ്ട് അത് എഴുതിച്ചു. ഫാർസിയിലും ഉറുദുവിലുമുള്ള പരിഭാഷയും സ്വയം നിർവഹിച്ചു. അറബി ഭാഷാ ചിഹ്നങ്ങളും സ്വയം നൽകി. യഥാർത്ഥ ഖുതുബ ഗ്രന്ഥത്തിലെ 38 പേജിൽ അവസാനിക്കുന്നു. അത് ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെട്ട് കിടക്കുന്നു. പിന്നീട് അവസാനം വരെയുള്ള സ്ഥലത്ത് ഹുസൂർ പിന്നീട് വർദ്ധിപ്പിച്ചെഴുതിയ പൊതുവായ രചനയാണ്. മുഴുവൻ ഗ്രന്ഥത്തിനും ഖുതുബ ഇൽഹാമി എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗമാണ് യഥാർത്ഥ ഖുതുബ ഇൽഹാമിയ. ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചപ്പോൾ വലിയ വലിയ അറബി പണ്ഡിതന്മാർ അതിന്റെ അനുപമമായ ഭാഷയിലും മഹത്തായ ജ്ഞാനത്തിലും അത്ഭുത സ്തബ്ധരായി. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ശേഷം തുല്യമായത് ലഭിക്കാത്ത മുഹമ്മദി മസീഹിന്റെ വിജ്ഞാന ദൃഷ്ടാന്തമാകുന്നു ഇത്. ഈ ഖുതുബ ഇൽഹാമിയയെ സംബന്ധിച്ച് ഹദരത്ത് മസീഹി മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ കരങ്ങളാൽ എഴുതപ്പെട്ടതായി 2 സ്വപ്നങ്ങൾ തദിഖറയിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. 1900 ഏപ്രിൽ 19 ദിവസമാണ് അത് രേഖപ്പെട്ട് കിടക്കുന്നത്. മിയാൻ അബ്ദുള്ള സാഹിബ് സനൂരിയുടെ ഒരു സ്വപ്നമാണത്. മിയ അബ്ദുള്ള സനൂരി പറയുന്നു, മുൻഷി ഗുലാം ഖാദിർ മർഹൂം സനൂരി ഇവിടെ വന്നിരുന്നു. മിയാൻ അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ജലസയെ സംബന്ധിച്ച് അവിടുത്തുകാർ എന്താണ് പറയുന്നത്? അദ്ദേഹം മറുപടിയായി പറഞ്ഞു, മുകളിൽ വലിയ പ്രകമ്പനമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്വപ്നമാണ് വിവരിക്കുന്നത്. ഈ സ്വപ്നം ഇതേപോലെ തന്നെ സയ്യദ് അമീർ അലി ഷാ സാഹിബിന്റേതുമായി സദൃശ്യമുള്ളതാണ്. അദ്ദേഹം കണ്ടത് പെരുന്നാൾ ദിവസം ഖുതുബ നൽകുമ്പോൾ ജനാബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമും ഹദ്രത്ത് മൂസ അലൈഹി ഇസ്ലാമും ഹദ്രത്ത് ഹിദർ അലൈഹി ഇസ്ലാമും അവിടെ സന്നിഹിതരായിരുന്നു. അവരത് ശ്രവിക്കുകയാണ്. ഈ സ്വപ്നം ഖുതുബയുടെ സമയത്താണ് ഉണ്ടായത്. അവരവിടെ ഇരിക്കുന്നതായി അവർക്ക് അനുഭവപ്പെടുകയുണ്ടായി. ചില സഹാബാക്കളുടെ പ്രതികരണമാണ്. ഹദ്രത്ത് ഹാഫിസ് അബ്ദുൽ അലി സാഹിബ് പറയുന്നു, ഞാൻ ഖുതുബ ഇൽഹാമിയയുടെ സമയത്ത് സന്നിഹിതനായിരുന്നു. ഹുദൂറിന്റെ ശബ്ദത്തിന് അന്നേരം പരിവർത്തനം വന്നിരുന്നു. സിയാൽകോട്ട് ജില്ലയിലെ വെളിപാടുണ്ടാകാറായിരുന്ന ഒരു വ്യക്തി എന്റെ അടുത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം അഹമ്മദിയായിരുന്നു. മലക്കുകളും അത് കേൾക്കാൻ സന്നിഹിതരായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഹദ്രത്ത് മിർസ ഫസൽ ബേഗ് സാഹിബ് പറയുന്നു, ഈദുൽ അസ്ഹായിലെ ഖുതുബ ഇൽഹാമിയ ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദ് അക്സയിലെ പഴയ ഭാഗത്ത്, അതായത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭാഗത്തുള്ള പുറത്തെ വാതിലിനടുത്തുള്ള ഭാഗത്ത് നിന്നായിരുന്നു ആ അറബി ഖുതുബ എന്റെ മുന്നിൽ നിർവഹിച്ചത്. അതായത് വരാന്തയുടെ പടിക്കൽ നിന്നുകൊണ്ട്. ഓരോ വാക്കും 3 പ്രാവശ്യം ആവർത്തിച്ചിരുന്നു. മൗലവി ഹാജി ഖലീഫത്തുൽ മസീഹ് അവൽ, മൗലവി അബ്ദുൽ കരീം സാഹിബ് എന്നീ 2 പേരും അത് പകർത്തിയെഴുതിയിരുന്നു. വാക്ക് സീനാണോ, സായാണോ, ഐനാണോ, അലിഫാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ മൗലവി സാഹിബുമാർ സ്വയം സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഹദ്രത്ത് അത് ശരിയാക്കുമായിരുന്നു. ഖുതുബ കഴിഞ്ഞപ്പോൾ ഹുദൂർ മൗലവി അബ്ദുൽ കരീം സാഹിബിനോട് പറഞ്ഞു, താങ്കൾ പരിഭാഷപ്പെടുത്തി പൊതുജനങ്ങൾക്ക് കേൾപ്പിക്കുക. മൗലവി സാഹിബ് പരിഭാഷ കേൾപ്പിച്ചു. പിന്നീട് നന്ദി സൂചകമായി സുജൂദ് ചെയ്യുകയുണ്ടായി.
ഹദരത്ത് മൗലാന ഷേർ അലി സാഹിബ് പറയുന്നു, हजरत साहब ने पढ़ाया ഈ പെരുന്നാളിലെ ഖുത്ബ ഇൽഹാമിയ को हजरत मसीह ഹദരത്ത് സാഹിബാണ് നൽകിയത്. हजरत मौलवी साहब को पैगाम भेजा ഹജ്ജ് ദിനത്തിന്റെ പ്രഭാതത്തിൽ ഹദരത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം മൗലവി സാഹിബിന് സന്ദേശം അയച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവരുടെയും പേരുകൾ എനിക്ക് എഴുതി നൽകുക, അവർക്കായി ഞാൻ ദുആ ചെയ്യുന്നതാണ്. तालीम इस्लाम उन दिनों मदरसा अहमदिया की ഹദരത്ത് മൗലവി സാഹിബ് അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും താലിമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ ഒരുമിച്ച് കൂട്ടി. താലിമുൽ ഇസ്ലാം അന്നാളുകളിൽ മദ്രസ അഹമ്മദിന്റെ സ്ഥലത്തായിരുന്നു. ആളുകളുടെ പേരുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഹദ്രത്ത് സാഹിബിന്റെ പക്കലേക്ക് അയച്ചു. ഹദ്രത്ത് സാഹിബ് വരാന്തയുടെ വാതിലടച്ച് ദ്വായിൽ മുഴുകി. പിന്നീട് വന്നവർ അടഞ്ഞ വാതിലൂടെ കത്തുകൾ അകത്തേക്ക് എത്തിച്ചിരുന്നു. രാവിലെ മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പെരുന്നാളിനായി പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, ഏതാനും വചനങ്ങൾ അറബിയിൽ പറയുക എന്ന് രാത്രി വെളിപാടുണ്ടായിരിക്കുന്നു. और हजरत मौलवी नूरुद्दीन साहब അതിനാൽ മൗലവി അബ്ദുൽ കരീം സാഹിബിനും മൗലവി നൂറുദ്ദീൻ സാഹിബിനും സന്ദേശം നൽകിക്കൊണ്ട് പറഞ്ഞു, കടലാസും പേനയും കൊണ്ടുവരിക. नमाज मौलवी अब्दुल करीम साहब ने पढ़ाई और मसीह കാരണം അറബിയിൽ ഏതാനും വചനങ്ങൾ പറയുന്നതാണ്. आदमी कुर्सी पर बैठकर കാരണം അറബിയിൽ ഏതാനും വചനങ്ങൾ പറയുന്നതിനായി ഇൽഹാം ഉണ്ടായിരിക്കുന്നു. आपने अरबी खुद നമസ്കരിപ്പിച്ചത് മൗലവി അബ്ദുൽ കരീം സാഹിബായിരുന്നു. മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഉറുദുവിൽ ഖുത്ബ നൽകി, കസേരയിൽ ഇരുന്നു കൊണ്ട്. हर जुमले में पहली आवाज ऊंची അതിനുശേഷം അദ്ദേഹം അറബിയിൽ ഖുത്ബ നൽകാൻ തുടങ്ങി, കസേരയിൽ ഇരുന്നു കൊണ്ട്. അപ്പോൾ ഹുസൂറിന്റേത് പ്രത്യേകമായ ഒരു അവസ്ഥയായിരുന്നു. കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു. ഖുത്ബയുടെ തുടക്കത്തിൽ ശബ്ദമുച്ചത്തിലായിരുന്നു, പിന്നീട് നേർത്തതായി. ഇടത്തുഭാഗത്തിരുന്ന് മൗലവി സാഹിബുമാർ എഴുതുകയായിരുന്നു. ആരോ ഒരാൾ ഒരു വാക്ക് കേൾക്കാതിരുന്നപ്പോൾ ചോദിച്ചു. ഹദ്രത്ത് സാഹിബ് മറുപടി നൽകി. എന്നിട്ട് പറഞ്ഞു, മനസ്സിലാകാത്ത വാക്ക് ഇപ്പോൾ തന്നെ ചോദിക്കേണ്ടതാണ്. കാരണം फिर हजरत साहब ഒരുപക്ഷെ എനിക്ക് തന്നെ ഓർമ്മയുണ്ടായില്ലെന്നിരിക്കാം. അദ്ദേഹം പറയുന്നു, മുകളിൽ നിന്ന് ശൃംഖല തുടർന്നിരുന്ന നേരത്തോളം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനിപ്പിച്ചപ്പോൾ ഞാനും അവസാനിപ്പിച്ചു. പിന്നീട് ഹദ്രത്ത് സാഹിബ് അത് എഴുതിപ്പിക്കുവാനായി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തി. സ്വയം 2 ഭാഷകളിൽ, അതായത് ഉറുദുവിലും ഫാർസിയിലും പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്നത് പോലെ ഇതിനെയും മനഃപ്പാടമാക്കുകയെന്ന് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഹദ്രത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബും मेरे भाई हाफिज अब्दुल्ला जी साहब മുഹമ്മദ് അലി സാഹിബും അത് മനഃപ്പാടമാക്കി മസ്ജിദ് മുബാറക്കിൽ ഹദ്രത്ത് സാഹിബിനെ കേൾപ്പിച്ചു. जवाब दिया അതിനുശേഷം എന്റെ സഹോദരൻ ഭായ് അബ്ദുൽ അസീസ് സാഹിബ് ഹദ്രത്ത് മൗലവി സാഹിബിനോട് തത്സംബന്ധമായി ചോദിച്ചു. മൗലവി സാഹിബും മറുപടി പറഞ്ഞു, ഇത് ഹദ്രത്ത് സാഹിബിന്റെ കഴിവിനുപരിയാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ മറുപടി കൊണ്ടുള്ള ഉദ്ദേശം ഇത് അള്ളാഹുവിന്റെ വചനമാണെന്നും ഹദ്രത്ത് സാഹിബിന്റേതല്ല എന്നുമായിരുന്നു. इल्हामिया सुनाकर निकले तो रास्ते में फरमाया ഹദ്രത്ത് മിയാൻ അമീറുദ്ദീൻ സാഹിബ് പറയുന്നു, ഹദ്രത്ത് സാഹിബ് ഖുത്ബ ഇൽഹാമിയ നൽകി മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് പറഞ്ഞു, लिखा हुआ सामने ഞാൻ ഒരു വാക്യം പറയുമ്പോൾ അടുത്തത് എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ठहर ठहर कर എഴുതി വെച്ചതുപോലെ എന്റെ മുന്നിൽ വരുമായിരുന്നു. ഞാനത് വായിക്കുകയായിരുന്നു. വളരെ സാവധാനം നിർത്തിയായിരുന്നു അത് വായിച്ചിരുന്നത്. तारीफ फरमाते हैं ഹദ്രത്ത് മൗലവി അബ്ദുല്ല സാഹിബ് താലവി പറയുന്നു, तो कादियान में സയ്യിദ് അബ്ദുൽ അസീസ് സാഹിബ് അറേബ്യയിൽ നിന്ന് വന്നതിനു ശേഷം ധാരാളം ദിനങ്ങൾ ഖാദിയാനിൽ സത്യാന്വേഷണത്തിനായി തങ്ങി. से പിന്നീട് അദ്ദേഹം ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബയ്യത്ത് ചെയ്തു. कि मैं വിനീതനോട് इस्लाम താൻ ബയ്യത്ത് ചെയ്യാനുണ്ടായ അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാൻ മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ कि ऐसा कलाम സാഹിത്യ സമ്പുഷ്ടമായ രചനകളെ വായിച്ച് ഇത്തരത്തിലുള്ള വചനങ്ങൾ ദൈവിക സഹായത്താലല്ലാതെ ആർക്കും എഴുതാൻ കഴിയില്ല എന്ന് कलाम ഹൃദയാത്മന അംഗീകരിച്ചിരുന്നു. എന്നാൽ ഈ വചനങ്ങൾ സ്വയം ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി ഇസ്ലാമിന്റേതായിരുന്നു എന്ന് എനിക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. इस बात का यकीन ഹദ്രത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബും മറ്റ് പണ്ഡിതന്മാരും ഇക്കാര്യത്തിൽ എനിക്ക് ഉറപ്പു നൽകുകയും സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നുവെങ്കിലും बयान दूर न कर सकता എന്റെ സംശയം और मैंने मुख्तलिफ तरीकों से ये മാറിയിരുന്നില്ല. मुहैया करना शुरू कर दिया ഞാൻ വിവിധ മാർഗങ്ങളിലൂടെ ഇത് യഥാർത്ഥത്തിൽ മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വന്തം വചനങ്ങളാണോ इमदाद അതോ മറ്റാരുടെയെങ്കിലും സഹായം അതിലുണ്ടോ എന്നതിന് തെളിവുകൾ സ്വരൂപിക്കാൻ തുടങ്ങി. तख्त से खिदमत में लिखकर इनके ഞാൻ അറബിയിൽ ചില കത്തുകൾ ഹുസൂറിന്റെ സവിധത്തിലേക്ക് എഴുതി गौर से पढ़ता അതിന്റെ മറുപടി അറബിയിൽ തന്നെ കരസ്ഥമാക്കുകയും हजूर की तसानी പിന്നീട് അതിലെ വചനങ്ങളെ സശ്രദ്ധയോടെ വായിച്ചു അതിനെ ഹുസൂറിന്റെ രചനകളുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു. में फर्क ही नजर 2 വചനങ്ങളും സമാനതകളുള്ളതാണോ എന്ന് തിരഞ്ഞിരുന്നു. എന്നാലും എനിക്കതിൽ എന്തെങ്കിലും വ്യത്യാസം കാണാൻ കഴിഞ്ഞിരുന്നു. वगैरह के जवाब അതിനു ലഭിച്ചിരുന്ന മറുപടി ഇപ്രകാരമായിരുന്നു. रोजाना रंग കത്തുകൾക്ക് മറുപടിയായി नहीं हो सकता ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയിരുന്ന സാധാരണ എഴുത്തുകളിൽ ദൃഷ്ടാന്തവും സവിശേഷ ദൈവിക സഹായവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അറബി സാഹിത്യങ്ങൾ മിർസ സാഹിബ് അള്ളാഹുവിന്റെ ഇച്ഛയ്ക്കും കൽപ്പനയ്ക്കും അനുഗുണമായി അവന്റെ പ്രത്യേക സഹായത്താൽ ദൃഷ്ടാന്തമെന്ന നിലയിൽ രചിച്ചതായിരുന്നു. होना चाहिए वरना അതുകൊണ്ട് അതിന്റെ ശൈലി വ്യത്യസ്തമായിരുന്നു.
വ്യത്യസ്തമാകേണ്ടതുമാണ്. അല്ലെങ്കിൽ സാധാരണ അവസ്ഥയിലും പ്രത്യേക സഹായ അവസ്ഥയിലുമുള്ള വ്യതിരിക്തത മനസ്സിലാക്കാൻ സാധിക്കില്ല. ഏതായാലും ഞാൻ കാദിയാനിൽ ഇതിന്റെ അന്വേഷണത്തിനായി തങ്ങി അത്തരത്തിലുള്ള സവിശേഷ ദൈവിക സഹായത്തിന്റെ അവസ്ഥയിൽ സ്വയം കണ്ട് മനസ്സിലാക്കുന്നതിനായി इस किस्म की खास ताईद इलाही का वक्त बचश में खुद मुलाहजा करूं। चुनाचे खुतबा इल्हामिया के नुज़ूल का वक्त आ गया और मैंने अपनी आंखों से അവസാനം ഖുത്ബ ഇൽഹാമിയ ഇറങ്ങിയ സമയം വന്നെത്തി. देखा ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഈ അത്ഭുതകരമായ വെളിപാട് ഇറങ്ങുന്നതായി ദർശിച്ചു. वो इंसान പരസഹായമില്ലാതെ रोशन में എപ്രകാരമാണ് ആ വ്യക്തി സ്പഷ്ടമായ നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാഹിത്യ സമ്പുഷ്ടമായ വചനങ്ങൾ കേൾപ്പിക്കുന്നതെന്ന് സ്വന്തം കാതുകൾ കൊണ്ട് ഞാൻ ശ്രവിച്ചു. അതിനുശേഷം വിശാല ഹൃദയത്തോടെ ഞാൻ ബൈഅത്ത് ചെയ്തു. फौजी मुलाजमत के सिलसिले में मिस्र गए। ഒരു സുഹൃത്ത് ഹാജി അബ്ദുൽ കരീം സാഹിബ് ഫൌജി ജോലി സംബന്ധമായി മിസ്രിൽ പോവുകയുണ്ടായി. 1940 അല്പം മുമ്പുള്ള കാലമാണെന്ന് തോന്നുന്നു. को लेकर हाजी साहब അവിടെ അദ്ദേഹം തബ്ലീഗ് തുടർന്നുകൊണ്ടിരുന്നു. ഒരു സുഹൃത്ത് അലി ഹസൻ സാഹിബ് അഹമ്മദിയായി അദ്ദേഹത്തെയും കൊണ്ട് ഹാജി സാഹിബ് മിസ്രിലുള്ള പല വ്യക്തികളുടെയും അടുത്തു പോവുകയും തബ്ലീഗ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ടെലിഗ്രാം ഓഫീസിൽ ക്ലർക്കായിരുന്ന ഒരു സുഹൃത്തും അതിലുണ്ടായിരുന്നു. उनके ദിവസങ്ങളോളം അദ്ദേഹവുമായി ചർച്ച നടന്നു. എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു. पर तैयार न थे। ये എന്നാൽ तैयार न थे कि ഉമ്മത്തി നബിയായി അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്തി നബിയാണെന്ന് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. मियां അദ്ദേഹം ഈ സുഹൃത്തിന് कई दिन उसके അതായത് ആ ക്ലർക്കിന് അൽ ഖുത്ബത്തുൽ ഇൽഹാമിയ നൽകി. തുടർന്ന് കുറെ ദിവസം അദ്ദേഹത്തിനടുത്തേക്ക് പോയിരുന്നില്ല. वहां पहुंचने पर उसने कहा ഒരു ദിവസം അദ്ദേഹം കത്തെഴുതി ഹാജി സാഹിബിനെ ഭക്ഷണത്തിനായി ക്ഷണിച്ചു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്റെ ബയ്യത്തിന്റെ കത്തെഴുതിയാലും. उस पर ഹാജി സാഹിബ് ചോദിച്ചു, कि मैंने अल्लाह हज़रत ഖത്മെ നുബുവത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടുവോ? അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, ഞാൻ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറിനെ, ഒരു വലിയ പണ്ഡിതനെ രാത്രി ഭക്ഷണത്തിനായി ക്ഷണിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചില हो गए हैं और ഇന്ത്യക്കാർ എന്നെ ഇത്തരത്തിലെല്ലാം തബ്ലീഗ് ചെയ്തു എന്ന് പറഞ്ഞു. ഈസ അലൈഹിസ്സലാം വഫാത്തായെന്നും मसीह मेहदी വരേണ്ടുന്ന വ്യക്തി മുഹമ്മദി സമുദായത്തിലെ ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം മസീഹു മെഹദിയുമായിട്ടാണ് വരികയെന്നും മിർസ ഗുലാം അഹമ്മദ് मोहम्मद कादियानी है, ഖാദിയാനിയാണ് कि तमाम ആ വാദം ഉന്നയിച്ചിരിക്കുന്നതെന്നും लेकिन वो कहते അവർ പറയുന്നു എന്ന് പറഞ്ഞു. हैं उम्मती ഞാൻ ഇവരുടെ എല്ലാ തെളിവുകളും അംഗീകരിക്കുന്നു. എന്നാൽ മിർസ സാഹിബ് ഉമ്മത്തി നബിയാണെന്ന കാര്യം എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. आप मुझे बताएं താങ്കൾ कि क्या मेरा ദീനി പണ്ഡിതനാണ്, എന്റെ നിലപാട് ശരിയാണോ അല്ലയോ എന്ന് താങ്കൾ പറഞ്ഞു തന്നാലും. ने जवाब दिया कि मैंने मिर्जा साहब का लिटरेचर पढ़ा है, അസർ യൂണിവേഴ്സിറ്റിയിലെ ആ പണ്ഡിതൻ മറുപടി പറഞ്ഞു, ഞാൻ മിർസ സാഹിബിന്റെ സാഹിത്യങ്ങൾ വായിച്ചിട്ടുണ്ട്, ചില അഹമ്മദികളെ കണ്ടുമുട്ടിയിട്ടുമുണ്ട്, दावा किया है അവരുമായി ചർച്ചയും നടത്തിയിട്ടുണ്ട്. हजार भी नबी आ जाएं മിർസ സാഹിബ് വാദിക്കുന്ന തരത്തിലുള്ള നുബുവത്തിലുള്ള ആയിരക്കണക്കിന് നബിമാർ വന്നാലും तस्लीम किया उन्होंने। ഖത്മെ നുബുവത്തിന് ക്ഷതമൊന്നും സംഭവിക്കുന്നതല്ല. അതായത് അദ്ദേഹം അത് അംഗീകരിക്കുന്നു. कहते हैं इस पर मैंने उन्हें कहा कि देखो अब मैं अहमदिया जमात में दाखिल हो जाऊंगा। പറയുന്നു, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോക്കൂ, ഞാനിപ്പോൾ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കുകയാണ്. अजहरी आलम कहने ഖിയാമത്ത് നാളിൽ നിങ്ങളായിരിക്കും അതിനുത്തരവാദി. के लिए यह है, अगर അസ്ഹറിലെ പണ്ഡിതൻ പറഞ്ഞു, तो मैं यही कहूँ എന്റെ ഈ മറുപടി ഇവിടേക്ക് വേണ്ടി മാത്രമാണ്. പൊതുസ്ഥലത്ത് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഉമ്മത്തി നബിയും വരുന്നതല്ല എന്നാണ് ഞാൻ മറുപടി പറയുക. शामिल होना चाहें ജനങ്ങൾക്ക് मुമ്പിൽ വെച്ച് പറയുകയില്ല. जिम्मेदारी पर നിങ്ങൾ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ ഉത്തരവാദിത്തത്തിൽ പ്രവേശിച്ചുകൊള്ളുക. सबसे बड़ी ये है എന്നെ സംബന്ധിച്ചിടത്തോളം मैं अहमदी हो जाऊं, ചില തടസ്സങ്ങളുണ്ട്. मुलाजमत से निकाल। ഞാൻ അഹമ്മദിയായാൽ എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കുമെന്നതാണ് ഏറ്റവും വലിയ തടസ്സം. दोस्त कहते हैं कि जब मैंने अजहरी आलिम से ये बात सुनी അതായത് ഭൗതികത അതിജയിച്ചു. जमात में दाखिल होने ആ മിസ്രി സുഹൃത്ത് പറയുന്നു, അസ്ഹരി പണ്ഡിതനിൽ നിന്ന് ഞാനിത് കേട്ടപ്പോൾ ഉടൻ തന്നെ ജമാഅത്തിൽ അംഗമാകുന്നതിനുള്ള ദൃഢ തീരുമാനമെടുത്തു. അങ്ങനെ ഖുത്ബ ഇൽഹാമിയ വായിക്കാൻ തുടങ്ങി. हजरत सैयदना വായിച്ച് അവസാനിപ്പിച്ചിട്ടാണ് ഉറങ്ങാൻ കിടങ്ങുന്നത്. രാത്രി സ്വപ്നത്തിൽ ഞാൻ കാണുന്നു, ഹദ്രത്ത് സയ്യിദന അഹമ്മദ് അൽ മസീഹ് അലൈഹിസ്സലാം किया कि हुजूर ഒരു വലിയ ജനക്കൂട്ടത്തോടൊപ്പം എങ്ങോട്ടോ പോവുകയാണ്. लेके जा ഞാൻ ചോദിച്ചു, ഹുസൂർ, ഇവരാരാണ്? ये औले എവിടേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്? उम्मत मोहम्मदिया में അദ്ദേഹം പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ വലിമാരാണ്. മുഹമ്മദി സമുദായത്തിൽ എനിക്ക് മുമ്പ് വന്നവരാണിവർ. जियारत के लिए ഞാനിവരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർബാറിൽ ദർശനത്തിനായി കൊണ്ടുപോവുകയാണ്. मेरे बाद कोई वली नहीं मगर वही ഞാൻ ഖാതമുൽ ഔലിയ ആകുന്നു. എനിക്ക് ശേഷം എന്റെ ജമാഅത്തിൽപ്പെട്ടവരല്ലാതെ नबी नहीं വലിമാരുണ്ടാവുകയില്ല. जो उम्मती
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു നബിയും വരുന്നതല്ല, എന്നാൽ എന്നെ പോലെയുള്ള ഉമ്മത്തി നബി വരാവുന്നതാണ്. मैं बहुत खुश था। ഞാൻ ഉണർന്നപ്പോൾ ഖത്മെ നുബുവത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നു. ഞാൻ വളരെ സന്തോഷവാനായി. ഹാജി അബ്ദുൽ കരീം സാഹിബ് പറയുന്നു, ഈ സംഭവം കേട്ടപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ബൈഅത്ത് ഫോറം പൂരിപ്പിച്ച് കാദിയാനിലേക്ക് അയക്കുകയുണ്ടായി. रोटी के ഷേഖ് അബ്ദുൽ ഖാദിർ कादर अल मगरबी അൽ മഗ്രിബി എന്ന വലിയൊരു മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു. के ഹദരത്ത് സയ്യിദ് വലിയുല്ലാ ഷാ സാഹിബിന് इल्मी अदबी और दीनी मिजाज की वजह से गहरे दोस्त അദ്ദേഹവുമായി വിജ്ഞാന സാഹിത്യ പ്രകൃതം കാരണത്താൽ അടുത്ത സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. एक दफा अल्लामा 1916 അദ്ദേഹവുമായി ആദ്യം കണ്ടുമുട്ടുന്നത്. दोनों तस्वीर बनाए और दोस्ती का इकरार कुरान मजीद ഒരിക്കൽ അല്ലാമ അൽ മഗ്രിബി വലിയുല്ലാ ഷാ സാഹിബിനോട് പറഞ്ഞു, വരിക നമുക്ക് हज़रत मुस्लिम ഖുർആനിൽ കൈവച്ച് സുഹൃത്ത് ബന്ധത്തെ ഏറ്റുപറയാം. गए हैं ഈ സുഹൃത്ത് ബന്ധം കാരണത്താൽ ഹദരത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു से मिलने आ गए। മിസ്ർ സന്ദർശിച്ചപ്പോൾ बहुत से सवालात മൗലവി അബ്ദുൽ ഖാദിർ സാഹിബും അദ്ദേഹത്തെ കാണുന്നതിനായി വന്നു. ധാരാളം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. फिर उन्होंने कह दिया क्योंकि अल्लाह ഹദരത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, की जुबान है, അദ്ദേഹം പണ്ഡിതനായിരുന്നു, ഷാഢ്യക്കാരനുമായിരുന്നു. हमसे बढ़कर ഞങ്ങൾ അറബി ഭാഷക്കാരാണ്, कौन कुरान को समझेगा। വിശുദ്ധ ഖുർആനെ നല്ലപോലെ മനസ്സിലാക്കുന്നവരാണ്. ഞങ്ങളെക്കാൾ അധികമായി ഖുർആനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? അങ്ങനെ ये बातें होती रही। हज़रत मसीह सानी ने ये फरमाया പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി പിന്നീട് പറഞ്ഞു, आज हो നിങ്ങളും ഞങ്ങളെപ്പോലെ कुरान ഭാഷാ നിഘണ്ടുവിനെ ആശ്രയിക്കുന്നവരാണ്. छाया है और हमारी जुबान ഖുർആനെ അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു, മനസ്സിലാക്കി തന്നിരിക്കുന്നു. गुफ्तगू करने का ഞങ്ങൾ ഉറുദുവിൽ സംസാരിക്കുന്നവരാണ്. अरबी में बोल അറബി സംസാരിക്കുന്ന അവസരം ലഭിക്കാറില്ല. तुमसे ज्यादा फसीह और बलीग है वगैरह वगैरह। हजूर ने बड़े जोश से നിങ്ങളെക്കാൾ കൂടുതൽ സാഹിത്യ സമ്പുഷ്ടത ഞങ്ങൾക്കുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. मौलवी अब्दुल कादिर ഹുദൂർ വളരെ ആവേശത്തോടുകൂടി അറബിയിൽ സംസാരിച്ചപ്പോൾ में इनकी जुबान അടുത്തിരുന്ന ഒരു സയ്യിദ് സാഹിബ് इस पर मौलवी अब्दुल മൗലവി അബ്ദുൽ ഖാദിറിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഭാഷ നമ്മേക്കാൾ സാഹിത്യ സമ്പുഷ്ടം തന്നെയാണ്. അപ്പോൾ മൗലവി അബ്ദുൽ ഖാദിർ അല്പം സൗമ്യനായി പിന്നീട് മാന്യതയോടുകൂടിയാണ് സംസാരിച്ചത്. बहरहाल दौरान गुफ्तगू उन्होंने ये भी कहा कि हजरत मसीह ये अल्लामा मगरिब ഏതായാലും സംഭാഷണം മധ്യേ कि हजरत मसीह അല്ലാമ മഗ്രിബ് സാഹിബ് പറഞ്ഞു, जुबान की गलतियां हैं। इसका भी जवाब खलीफा सानी ഹദരത്ത് മസീഹ് മൗദിന്റെ ഗ്രന്ഥങ്ങളിൽ ഭാഷാപരമായ തെറ്റുകളുണ്ട്. तो अब भी ഹദരത്ത് ഖലീഫ സാനി അതിനും മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, इनका शाया कर दो। നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ തെറ്റുകളെ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങൾക്ക് മറുപടി എഴുതി പ്രസിദ്ധീകരിക്കുക. എന്നാൽ ഒരിക്കലും അതിന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. सलब कर ली क्या वे എഴുതാനായി പേനയെടുത്താൽ നിങ്ങളുടെ എഴുതുന്നതിനുള്ള കഴിവില്ലാതാക്കപ്പെടുന്നതാണ്. इन बातों पर പരീക്ഷിച്ചു നോക്കിക്കൊള്ളുക. कि आप इन दावों അപ്പോൾ അദ്ദേഹം അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു, इससे इख्तलाफ बढ़ता है। നിങ്ങൾ ഈ വാദത്തെ അറേബ്യയിലും മിസ്രിലും ഷാമിലും പ്രചരിപ്പിക്കരുത്. അതിലൂടെ ഭിന്നത വർദ്ധിക്കുകയുള്ളൂ. जया हुआ है ഇപ്പോൾ ഭിന്നത ഞങ്ങൾക്ക് വളരെ നഷ്ടമുണ്ടാക്കിയിരിക്കുകയാണ്. अमेरिका के कुफार और नसारा में तबलीग कर നിങ്ങൾ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ का नाम ला लें। നിഷേധികളിലും ക്രിസ്ത്യാനികളിലും പ്രചാരണം നടത്തിക്കൊള്ളുക, മുബഷിർമാരെ അയച്ചുകൊള്ളുക. എന്നാൽ ഇവിടെ ദയവ് ചെയ്ത് അത്തരത്തിലുള്ള വിശ്വാസത്തെപ്പറ്റി ചർച്ച ചെയ്യരുത്. അന അർജുക്കും യാ സയ്യിദി എന്ന് പറഞ്ഞ് ചിലപ്പോൾ കൈകളെ ചുംബിച്ചും हजरत मसीह अलैहिस्सलाम की മറ്റും ഈ പ്രദേശങ്ങളിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങളെ വിളംബരപ്പെടുത്തരുത് എന്നപേക്ഷിക്കാൻ തുടങ്ങി. फिर कहने लगे कि हम जानते हैं कि वो अच्छे आदमी थे, മുബല്ലീൻ അയക്കരുതെന്നും പറഞ്ഞു. ये गैरत रखते थे, मगर उनकी തുടർന്ന് പറഞ്ഞു, അദ്ദേഹം നല്ല വ്യക്തിയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ला इलाहा ദീനിനോട് യഥാർത്ഥ വികാരമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. कुछ अल्फाज में लहजे में कि अगर ये मंसूबा हमारा होता तो हम छोड़ देते, मगर ये खुदा का हुक्म है, इसमें हमारा और सैयदना കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മാത്രം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക. ഏതായാലും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി पहुंचाएंगे। വളരെ പ്രൗഢമായ നിലയിൽ ഇതിനെല്ലാം മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആസൂത്രണമായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിച്ചേനെ. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത് ഞങ്ങളുടെയോ സയ്യിദന അഹമ്മദിന്റെയോ യാതൊരു ഇടപെടലുമില്ല. ദൈവിക കൽപ്പനയാണ്. നിശ്ചയമായും ഞങ്ങൾ അത് എത്തിക്കുന്നതാണ്. हज़रत मौलाना തുടർന്ന് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു उस जमाने മൗലാന ജലാലുദ്ദീൻ ഷം സാഹിബിനെ ഷാമിലേക്ക് അയക്കുകയുണ്ടായി. शाह साहब അക്കാലഘട്ടത്തിൽ ഒരു സംഭവം പരാമർശിച്ചുകൊണ്ട് ഹദ്റത്ത് സയ്യിദ് സൈനുൽ ആബിദീൻ വലിയുല്ലാ ഷാ സാഹിബ് പറയുന്നു, के बारे में बातें कर रहे ഒരിക്കൽ ഞാനും ഹദ്റത്ത് മൗലാന ഷം സാഹിബും ചില സുഹൃത്തുക്കളുമായി
അഹമ്മദിയത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ മഗ്രിബി കടന്നു വന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ കേട്ടു. സംഭാഷണ മധ്യേ ഹദ്രത്ത് ഖലീഫത്തുൽ മസീ സാനിയുമായി നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചും യാദൃശ്ചികമായി പറഞ്ഞു. വളരെ പരിഹാസ്യമായ ഭാഷയിൽ ഹുസൂറിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ ഞങ്ങളോടും പറയുകയുണ്ടായി. അതായത് ഇവിടെ തബ്ലീഗ് ചെയ്യരുത്. പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, ഇൽഹാമുകളിലെ അറബി വാക്യങ്ങൾ ശരിയല്ല. ഹദ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമുകളിലെ അറബി വാക്യങ്ങൾ ശരിയല്ല. പറയുന്നു, ഞാൻ ഖുത്ബ ഇൽഹാമിയ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വായിക്കുക. എവിടെയെല്ലാമാണ് അറബി തെറ്റുള്ളത് എന്ന് പറയുക. അദ്ദേഹം ഉച്ചത്തിൽ വായിക്കാൻ തുടങ്ങി. ഒന്ന് രണ്ട് പദങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, ഇത് അറബി പദമല്ല. അപ്പോൾ മൗലാന ഷംസ് സാഹിബ് അവിടെ ഉണ്ടായിരുന്ന അലമാരിയിൽ നിന്ന് താജുൽ ഉറൂസ് എന്ന നിഘണ്ടു ഗ്രന്ഥം എടുത്തു. അതിൽ നിന്ന് ആ പദം എടുത്തു കാണിച്ചു. ശ്രോതാക്കൾ അത്ഭുതപ്പെട്ടു. ഷാ സാഹിബ് പറയുന്നു, ഞാൻ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ വലിയ സാഹിത്യകാരനാണ്, വലിയ പണ്ഡിതനാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ എന്റെ ശിഷ്യന് അറിയുന്ന അത്രയും അറിവ് പോലും നിങ്ങൾക്കറിയില്ലേ? പറയുന്നു, അന്നാളുകളിൽ ഷംസ് സാഹിബ് എന്നിൽ നിന്നും ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ശിഷ്യൻ എന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. നിങ്ങളെ കണ്ടോളാം, നാളെ ഞാൻ പറഞ്ഞു തരാം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഷാസ പറയുന്നു, അവിടെ ഇരുന്നവരിൽ എന്റെ വാക്കുകൾ സ്വാധീനം ചെലുത്തുകയുണ്ടായതായി ഞാൻ കണ്ടു. അവരോട് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മിർസ സാഹിബിന്റെ ഖുത്ബ ഇൽഹാമിയ വായിച്ച് അങ്ങനെ പറയരുതായിരുന്നു. പകരം സത്യത്തെ അംഗീകരിക്കണമായിരുന്നു. അങ്ങനെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ഷംസ് സാഹിബ് എന്നോട് പറഞ്ഞു, ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി താങ്കളോട് അബ്ദുൽ ഖാദിർ അൽ മഗ്രിബിയുമായുള്ള ബന്ധം വഷളാക്കരുതെന്ന് പറഞ്ഞിരുന്നു. താങ്കൾ അദ്ദേഹത്തെ ശുണ്ടി പിടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, എല്ലാം ശരിയാക്കാം. അടുത്ത ദിവസം അതിരാവിലെ ഞങ്ങൾ രണ്ടുപേരും അല്ലാമ സാഹിബിന്റെ വീട്ടിലെത്തി. വാതിലിൽ മുട്ടി. മഗ്രിബി സാഹിബ് പുറത്തേക്ക് വന്നു. കണ്ടപ്പോൾ തന്നെ എന്നെ ആലിംഗനം ചെയ്തു. എന്നെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയായിരുന്നു. അകത്തേക്ക് കയറിയാലും കഹ്വ കുടിക്കുക. ഞാൻ രാത്രി എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ അകത്തേക്ക് കടന്നപ്പോൾ അഹമ്മദിയത്തിന്റെ യാഥാർത്ഥ്യം എന്ന ഗ്രന്ഥം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിന് ഖണ്ഡനം പ്രസിദ്ധീകരിക്കുന്നതാണെന്ന ഉറച്ച തീരുമാനം ഞാൻ എടുത്തു. എന്റെ പക്കലുണ്ടായിരുന്ന ഹദീസിന്റെയും വ്യാഖ്യാനങ്ങളുടെയും ഗ്രന്ഥങ്ങൾ മേശപ്പുറത്ത് വെച്ചു. ഇശാ നമസ്കരിച്ചതിന് ശേഷം ഖണ്ഡനം എഴുതുവാൻ തുടങ്ങി. ഒരു ഭാഗത്ത് പുസ്തകം വായിച്ച് ഖണ്ഡനം എഴുതുന്നതിനായി ഗ്രന്ഥങ്ങൾ വായിച്ചു. ഒരു ഖണ്ഡനം എഴുതുമ്പോൾ അത് ശരിയായില്ല എന്ന് തോന്നി കീറിക്കളയുന്നു. മറ്റൊരു ഖണ്ഡനം എഴുതുന്നു, അതും കീറിക്കളയുന്നു. അങ്ങനെ രാത്രി കഴിഞ്ഞുപോയി. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് എന്തു പറ്റി? വന്നു കിടന്നുറങ്ങുക. അവസാനം സുബഹി ബാങ്ക് കൊടുത്തു. പക്ഷേ ഒന്നും തന്നെ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. എഴുതുന്ന ഓരോന്നും തെറ്റാണെന്ന് തോന്നുമായിരുന്നു. ജമാഅത്തിന്റെ സാഹിത്യങ്ങളുടെ അടിത്തറ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥം തന്നെയാണ്. അതിനുശേഷം ഷാ സാഹിബിനോട് പറഞ്ഞു, ഇനി എന്നിൽ നിന്ന് എതിർപ്പിന്റെ ഒരു വാക്ക് പോലും നിങ്ങൾ കേൾക്കുന്നതല്ല എന്ന് ഞാൻ വാഗ്ദാനം നൽകുകയാണ്. നിങ്ങളുടെ ആദർശങ്ങൾ മുഴുവനായും ഇസ്ലാമികമാണ്. നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ തബ്ലീഗ് ചെയ്തുകൊള്ളുക. ചോദിക്കുന്നവരോട് ഞാൻ നിങ്ങളെ സംബന്ധിച്ച് നല്ല കാര്യം മാത്രമേ പറയുകയുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളുടെ കക്ഷിയിൽ പ്രവേശിക്കുന്നതല്ല. അവസാന നാൾ വരെ അദ്ദേഹം ജമാഅത്തിനെ പ്രശംസിച്ചുകൊണ്ടിരുന്നു. ഇനി ഞാൻ ഖുത്ബ ഇൽഹാമിയയിലെ ചില ഉദ്ധരണികൾ സമർപ്പിക്കുകയാണ്. അതിലൂടെ അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് അനുമാനം ലഭിക്കുന്നതാണ്. മുഴുവൻ വായിച്ചാലാണ് യഥാർത്ഥത്തിൽ മനസ്സിലാവുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു അറബിയിൽ, അയ്യുഹന്നാസു ഇന്നി അനൽ മസീഹുൽ മഹദിയു വ ഇന്നി അന അഹ്മദുൽ മഹദി വ ഇന്ന റബ്ബി മഅയ ഇലാ യൗമിൽ ലഹദി മി യൗമി മഹദി വ ഇന്നി ഉഅതീതു ലിറാമൻ അക്കാലൻ വ മാഅൻ സലാലൻ വ അന കൗകബുൻ യുമാനി വ വാബിലുൻ റൂഹാനി ഈസായി സിനാനുൻ മുസറബുൻ വ ദുആയി ദവാഉൻ മുജറബ് ഉരി കൗമൻ ജലാലൻ വ കൗമൻ ആഖിരിന ജമാലൻ വ ബിയദി ഹർബത്തുൻ
ഉബീദു ബിഹാ ആദാത്തിൽ ദുൽമി വദ്ദുനൂബി വഫിൽ ഉഖ്റ ശുർബത്തുൻ ഉഈദു ബിഹാ ഹയാത്തുൽ ഖുലൂബ്. അതായത്, അല്ലയോ ജനങ്ങളെ, ഞാൻ മുഹമ്മദി ശൃംഖലയിൽ നിന്നുള്ള മസീഹാകുന്നു, ഞാൻ അഹമ്മദ് മെഹദിയാകുന്നു. സത്യമായും എന്റെ നാഥൻ എന്റെ കുട്ടിക്കാലം മുതൽ എന്റെ ഖബർ വരെ എന്നോടൊപ്പമുണ്ട്. കാർന്നു തിന്നുന്ന അഗ്നിയും മാധുര്യമേറിയ ജലവുമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ യമനി നക്ഷത്രമാകുന്നു, ആത്മീയ മഴയാകുന്നു. എന്നെ വിഷമിപ്പിക്കുന്നത് മൂർച്ചേറിയ അമ്പാകുന്നു. എന്റെ ദുആ പരീക്ഷിക്കപ്പെട്ട ഔഷധമാകുന്നു. ഒരു സമുദായത്തിന് ഞാൻ എന്റെ പ്രതാപം കാണിക്കുമ്പോൾ മറ്റൊരു സമുദായത്തിന് സൗന്ദര്യം കാണിക്കുന്നു. എന്റെ കയ്യിൽ ആയുധമുണ്ട്, അത് മുഖേന ഞാൻ അക്രമത്തിന്റെയും തിന്മയുടെയും ശീലങ്ങളെ നശിപ്പിക്കുന്നു. മറ്റേ കയ്യിൽ സർബത്തുണ്ട്, അത് മുഖേന ഞാൻ ഹൃദയങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു. വീണ്ടും പറയുന്നു, അയ്യുഹന്നാസു ഖൂമൂ ലില്ലാഹി സിറാഫാത്തിൻ വഫറാദ ഫറാദ സുമ്മത്തഖുല്ലാഹ വഫക്കിറു കല്ലസി മാ ബഖില വമാ ആദ അലൈസ ഹാസൽ വഖ്ത റുഹിമല്ലാഹി അലൽ ഇബാദ് വവഖ്ത ദഫി ശർരി വതദാരുകി അത്ഷിൽ അക്ബാദ് അലൈസ സൈലു ശർരി ഖദ് ബലഗ ഇന്തിഹാ വസൈലുൽ ജഹലി തവല അർജാ വഫസദൽ മുൽക്കു കുല്ലുഹു വശക്കറ ഇബ്ലീസു ജുഹലാ ഫഷ്കുറുല്ലാഹ അല്ലദീ തദക്കറകും വതദക്കറ ദീനകും വമാ അദാഅ വഅസമാ ഹർസകും വസറാഅകും വലുആഅ വഅൻസലൽ മത്റ വഅക്മല അബ്ളാഅ വബഅസ മസീഹഹു لدفع الضير ومهديه لإفاضة الخير وأدخلكم في زمان إمامكم بعد زمان الغير. അല്ലയോ ജനങ്ങളെ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റക്കായിക്കൊണ്ടോ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ലുബ്ധും ശത്രുതയും കാണിക്കാത്തവനെ പോലെ ചിന്തിക്കുക. ഇത് അള്ളാഹു ദാസറിൽ കരുണ ചൊരിയേണ്ട കാലമല്ലേ? തിന്മയെ അകറ്റുകയും കരളിന്റെ ദാഹത്തിന്റെ മഴ വർഷിക്കുന്നതിനെ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമല്ലേ ഇത്? തിന്മയുടെ പ്രളയം അതിന്റെ പരമസീമയിലെത്തിയില്ലേ? അജ്ഞതയുടെ മടിത്തട്ട് അതിന്റെ പാർശ്വങ്ങളെ വിശാലമാക്കിയില്ലേ? രാജ്യം ദുഷിച്ചിരിക്കുന്നു. പിശാച് വിഡ്ഢികൾക്ക് നന്ദി പറയുന്നു. അതിനാൽ നിങ്ങളെ സ്മരിക്കുകയും നിങ്ങളുടെ ദീനിനെ സ്മരിക്കുകയും അതിനെ പാഴായി പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്ത ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ നട്ടതിനെയും നിങ്ങളുടെ കൃഷിയെയും ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചു. മഴ വർഷിച്ചു, അതിന്റെ മൂലധനത്തെ പൂർണ്ണമാക്കി. തന്റെ മസീഹിനെ നാശത്തെ അകറ്റുന്നതിനും തന്റെ മഹദിയെ നന്മയും ഗുണവും എത്തിക്കുന്നതിനായി അയച്ചു. നിങ്ങളെ നിങ്ങളുടെ ഇമാമിന്റെ കാലഘട്ടത്തിൽ അന്യരുടെ കാലഘട്ടത്തിനു ശേഷം പ്രവേശിപ്പിക്കുകയും ചെയ്തു. വീണ്ടും പറയുന്നു, വ ഇന്നി അലാ മുഖാമിൽ ഖത്മി മിനൽ വിലായ കമാ കാന സയ്യിദുൽ മുസ്തഫ അലാ മുഖാമിൽ ഖത്മി മിനൻ നുബുവ്വത്ത് വ ഇന്നഹു ഖാതമുൽ അംബിയാ വ അനാ ഖാതമുൽ ഔലിയാ ലാ വലിയ ബഅദി ഇല്ലല്ലദീ ഹുവ മിന്നി വ അലാ അഹ്ദി വ ഇന്നി ഉർസിൽതു മിർ റബ്ബി ബികുല്ലി ഖുവ്വത്തിൻ വ ബറകത്തിൻ വ ഇസ്സത്തിൻ വ ഇന്ന ഖദമി ഹാദിഹി അലാ മനാരത്തിൻ ഖുതിമ അലൈഹാ കുല്ലു റിഫഅ വത്തഖുല്ലാഹ അയ്യുഹൽ ഫിത്യാൻ വഅരിഫൂനി വഅതീഉനി വലാ തമൂതു ബിൽ ഇസ്യാൻ വഖദ് ഖറുബൽ സമാൻ വഹാന അൻ തസ്അല കുല്ലു നഫ്സിൻ വതദാൻ. ഞാൻ വിലായത്തിന്റെ ശൃംഖലയെ അവസാനിപ്പിക്കുന്നവനാകുന്നു. നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ ശൃംഖലയെ അവസാനിപ്പിക്കുന്നവനായതുപോലെ ആ മഹാത്മാവ് ഖാതമുൽ അംബിയ ആകുന്നു. ഞാൻ ഖാതമുൽ ഔലിയ ആകുന്നു. എനിക്ക് ശേഷം എന്നിൽ നിന്നും എന്റെ കരാറിൽ നിന്നുമല്ലാതെ യാതൊരു വലിമാരും വരുന്നതല്ല. ഞാൻ എന്റെ ദൈവത്തിൽ നിന്ന് സകല കഴിവുകളോടും അനുഗ്രഹങ്ങളോടും ആദരവോടും കൂടി അയക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ചുവടുകൾ ഒരു മിനാരത്തിന്മേലാകുന്നു. അതിൽ എല്ലാ ഔന്നിത്യവും അവസാനിപ്പിച്ചിരിക്കുന്നു.
അതിനാൽ അല്ലയോ പൗരുഷശാലികളെ, അള്ളാഹുവിനെ ഭയപ്പെടുക, എന്നെ തിരിച്ചറിയുക, അനുസരണക്കേട് കാണിക്കരുത്, ആജ്ഞ ലംഘകരായിക്കൊണ്ട് മരിക്കരുത്. കാലഘട്ടം സമീപസ്ഥമായിരിക്കുന്നു. ഓരോ ജീവനും തന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന സമയം ആസന്നമായിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയും വെളിപാടുമനുസരിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് നൽകിയ അതിമഹത്തായ അടയാളമാണിത്. അതിമഹത്തായ വാക്കുകളാണിത്, ക്ഷണമാണിത്. ഈ അടയാളം 1900 ഏപ്രിൽ 11 വെളിപ്പെട്ടത്. ഇന്നും ഈ അടയാളം തന്റെ പ്രഭ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുവരെ വലിയ വലിയ ഭാഷാ പണ്ഡിതർക്കും സാഹിത്യകാരന്മാർക്കും, അവർ അറബികളോ അനറബികളോ ആകട്ടെ, അവർക്ക് അതിനെ എതിരിടാൻ സാധിച്ചിട്ടില്ല. എങ്ങനെയാണ് എതിരിടുക? അത് ആ മഹാത്മാവിന്റെ നാവിലൂടെ ഉത്ഭവിച്ച അള്ളാഹുവിന്റെ വചനങ്ങളാകുന്നു. അള്ളാഹു ലോകത്തിന്, വിശേഷിച്ച് അറബ് മുസ്ലിങ്ങൾക്ക് ദൈവനിയോഗിതന്റെ സന്ദേശത്തെ മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും ധൈര്യവും നൽകുകയും മുസ്ലിം സമുദായത്തെ ഇന്ന് വീണ്ടും ഏക സമുദായമാക്കുന്നതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സത്യദാസന്റെ സഹായികളായി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ രണ്ടുപേരുടെ ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് ചൌധരി ബഷീർ അഹമ്മദ് സാബ് ഭട്ടി, ബോൾചൌക്ക് ജില്ല, ഷേഖുപുരയുടെ ഭാര്യയായ ഹനീഫ ബീബി സാഹിബയുടേതാണ്. 2014 ഏപ്രിൽ 3 83 വയസ്സിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1953 ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ബയ്യത്ത് ചെയ്തത്, അഹമ്മദിയത്തിൽ പ്രവേശിച്ചത്. റബുവ ജൽസ സാലാനയിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയെ കണ്ടപ്പോൾ സ്വപ്നത്തിൽ ബയ്യത്ത് ചെയ്യാനായി പറഞ്ഞ വ്യക്തി ഹുസൂർ തന്നെയാണെന്ന് പറയുകയുണ്ടായി. സഹോദര സഹോദരിമാരിൽ അവർ ഏക അഹമ്മദിയായിരുന്നു. 5 നേര നമസ്കാര ശീലമുള്ളവരും തഹജ്ജുദ് നമസ്കരിക്കുന്നവരും ധാരാളം ദുആ ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. സാധുക്കളെ സഹായിക്കുന്ന സൽപ്രകൃതക്കാരിയും ആത്മാർത്ഥമായ സ്ത്രീയുമായിരുന്നു. ജമാഅത്തിനോട് ആത്മാർത്ഥതയും കൂറും പുലർത്തിയിരുന്നു. ഭാരവാഹികളെ വളരെയേറെ ആദരിച്ചിരുന്നു. സന്തപ്ത കുടുംബാംഗങ്ങളിൽ ഭർത്താവിനെ കൂടാതെ 2 പെൺമക്കളും 5 ആൺമക്കളുമാണുള്ളത്. അവരുടെ ഒരു മകൻ മുഹമ്മദ് അഫ്സൽ ഭട്ട് സാഹിബിനെ അവർ ജാമ്യയിൽ അയച്ചിരുന്നു. അദ്ദേഹം തൻസാനിയയിലെ മുബല്ലിഗായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. പ്രവർത്തന മണ്ഡലത്തിലായ കാരണത്താൽ അദ്ദേഹത്തിന് തന്റെ മാതാവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു പരേതയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. പ്രവർത്തന മൈതാനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന അവരുടെ ഈ മകന് സഹനവും ധൈര്യവും നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ കറാച്ചിയിലെ സയ്യിദ് മഹമ്മൂദ് അഹമ്മദ് ഷാ സാഹിബിന്റേതാണ്. 2014 മാർച്ച് 29 76 വയസ്സിൽ ഹൃദയാഘാതത്താൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം വീട്ടിലായിരുന്നു. വുളുവെടുത്ത് തന്റെ മുറിയിലേക്ക് അസർ നമസ്കരിക്കുവാനായി പോയതായിരുന്നു. കുറെ നേരം കാത്തിരുന്നതിനു ശേഷവും കാണാതായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ചെന്ന് നോക്കിയപ്പോൾ മുസല്ല നിവർത്തിയിട്ടുണ്ടായിരുന്നില്ല, മടക്കി വെച്ചിരിക്കുകയായിരുന്നു. നമസ്കാരത്തിന് മുമ്പോ നമസ്കാരത്തിന് ശേഷമോ ആയിരിക്കാം മുസല്ലയ്ക്കുമേൽ കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ കട്ടിലിൽ കിടത്തി ആംബുലൻസ് വരുത്തിച്ചു. ഡോക്ടർ പരിശോധിച്ച ശേഷം മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായ സയ്യിദ് നാദിർ ഹുസൈൻ സാബ് ഷായന്റെ പുത്രനും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ മാതൃ സഹോദരി പുത്രനായ അബ്ദുള്ള ഷാഹ് സാബിന്റെ മരുമകനുമായിരുന്നു. വളരെയധികം ദയാലുവും സഹനശീലനും സൽപ്രകൃതക്കാരനും ധാരാളം ദുആ ചെയ്യുന്ന പ്രകൃതക്കാരനുമായിരുന്നു. ജമാഅത്തിനോടും ഖിലാഫത്തിനോടും അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു. വിവിധ പദവികളിൽ ദീർഘകാലം ഭാരവാഹിത്വം വഹിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചിരുന്നു. തഹജ്ജുദ് നമസ്കരിക്കുകയും നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത പുലർത്തുകയും ചെയ്തിരുന്നു. കൃത്യമായി വഖഫ് അർജിൽ ചെയ്യുമായിരുന്നു. ഓരോ വർഷവും അസ്വസ്ഥതയോടെ ജലസസാലനയെ പ്രതീക്ഷിച്ചിരിക്കുകയും ഇവിടെ എത്തുകയും ചെയ്യുമായിരുന്നു. ജലസയിൽ പങ്കെടുക്കുന്നതിൽ അദ്ദേഹം അതീവ തൽപരനായിരുന്നു. കറാച്ചിയിൽ ദീർഘകാലം തന്റെ ഹൽക്കയിൽ സെക്രട്ടറി വസായിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. മൂസിയായിരുന്നു. ഭാര്യയെ കൂടാതെ ഒരു മകളും 4 ആൺമക്കളും ആണുള്ളത്. അവരെല്ലാവരും പാകിസ്ഥാന് പുറത്ത് ഓസ്ട്രേലിയ, അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വസിക്കുന്നത്. അദ്ദേഹത്തിന് 2 സഹോദരന്മാർ ഇവിടെയുണ്ട്. സയ്യിദ് നസീർ ഷാ സാഹിബ്, അദ്ദേഹം ഇപ്പോൾ UK റിഷ്തനാത്തയുടെ ഇൻചാർജാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, കാരുണ്യത്തോടെ വർത്തിക്കുമാറാകട്ടെ. സന്തപ്ത കുടുംബാംഗങ്ങൾക്ക് സഹനവും ധൈര്യവും നൽകട്ടെ. അദ്ദേഹത്തിന്റെ നന്മകളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.